ഗുരുസ്മരണീയം 2026 പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കല്യാണധാത്രേ നമോ നമസ്തേ. നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ ഗണപതി മാഷിന്റെ അനുസ്മരണം ഗണപതിന്റെ നേതൃത്വത്തിൽ ഗുരുസ്മരണീയം 2026 നമ്മളിവിടെ സംഘടിപ്പിക്കുകയാണ്. അദ്ദേഹം അവസാന നാളുകളിൽ ജീവിച്ചിരുന്ന ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഗണപതിനോട് തീർച്ചയായും ശില്പിയേട്ടനും ഗിരീശനും അതുമായി ബന്ധപ്പെട്ട സംഘടനയിലെ എല്ലാവർക്കും ഈ നാട്ടുകാർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം ആ കാര്യത്തിൽ നമുക്കുണ്ട്. അതിവിടെ പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. 3 വർഷം മുമ്പെയാണ് ഗണപതി മാഷ് നമ്മളെ വിട്ടുപോയത്. തുടർച്ചയായിട്ട് 3 വർഷവും അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു ഓർമ്മ ദിനം വെക്കാറുണ്ട്. അത് പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്, പല ദിക്കിലും ആയിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരുവിധം എൻ്റെ അറിവ് വെച്ചിട്ട് ഇനി ഗണപതി മാഷെ വെച്ചിട്ട് ഇനി എന്താ പറയേണ്ടതെന്ന് വെച്ചില്ല. പുതുതായിട്ട് വേറൊരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. മാഷെക്കുറിച്ചുള്ള ആമുഖമല്ല. മാഷ ഈ വർണ്ണലോകത്ത് നിന്ന് വിട്ടുപോയിട്ട് ഇത് 4ാമത്തെ ജന്മദിനമാണ്. കഴിഞ്ഞ 3 ജന്മദിനങ്ങളും പൂമുള്ളിമലയിൽ വെച്ചും പുന്നൂർ കുളത്തുള്ള ആർട്ട് ഗാലറിയിൽ വെച്ച് നമ്മൾ വിപുലമായി ആഘോഷിക്കുകയുണ്ടായി. അതിനെല്ലാം വ്യത്യസ്തമായി മാഷ് താമസിച്ചിരുന്ന ഈ വീടിൻ്റെ മുറ്റത്തെ ഈ ഉമ്മറത്ത് ഈ തണലിലൊക്കെ ഒത്തുകൂടി ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ എവിടെയോ മാഷിരുന്നിങ്ങനെ ചിരിപ്പാട്ട് പാടി ഇരുന്ന് ചിരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതൊരു അനുഗ്രഹമായി കണക്കാക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നമസ്കാരം. ഗണപതി മാസ്റ്ററുടെ 87ാം ജന്മവാർഷികം ഗുരുസ്മരണീയം 2026 ഗണപത് എന്ന ശിക്ഷ സംഘടന നടത്തുന്ന ഈ അനുസ്മരണ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. പെരിങ്ങോട് ഗണപതി മാഷ് ഈ പാലാഴി തിരമാലകളും അനന്തൻ്റെ ഒരു ശില്പവും അതിൻ്റെ മുകളിൽ എൻ്റെ 2 അനിയത്തിമാരാണ്. വത്സലി നിർമ്മലയായിരുന്നു, വിഷ്ണുവും ഈ മഹാലക്ഷ്മിയായിട്ട്. പിന്നെ അതിമനോഹരമായി വിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെ തിരിയണ ഒരു സുദർശന ചക്രം. അത് തിരിയണമെന്നില്ല, പക്ഷെ കണ്ടാൽ തിരിയുന്നു തോന്നിക്കുന്ന വിധത്തിൽ ഗണപതി മാഷ് സംവിധാനം ചെയ്തു. കണ്ടാൽ ശരിക്കും സാക്ഷാൽ പാലാഴി തിരമാലയിൽ ഭഗവാൻ കിടക്കുക. ഇത് ഇരുട്ട് അങ്ങോട്ട് മാറി പ്രത്യേക വെളിച്ചത്തിൽ ഇതൊക്കെ സംവിധാനം ചെയ്തിരിക്കുക. ഗോപാൽ നായരാണ് വില്ലുമംഗല സ്വാമിയാർ. അദ്ദേഹം പെട്ടെന്ന് ഇത് നീക്കിയോട് കൂടിയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുണ്ട് 2000-ഓളം ആളുകൾ എഴുന്നേറ്റ് വിളിച്ചു. ഈ ഗോപാലൻ നായർ ആർക്കും ഒറ്റ വിളിച്ച ഗുരുവായൂരപ്പ ഭഗവാനെ ഞാൻ കാണേണ്ടത് കണ്ടു, ഞാൻ പോവായി ഇതൊക്കെ അദ്ദേഹം നാടകമൊക്കെ മറന്നു. ഈ ഒരു രംഗവിഭ്രമം ഉണ്ടാക്കിയത് വാസ്തവത്തിൽ അത് ഗണപതി മാഷ. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മ, ഞാനത് വൈകുണ്ഠം കണ്ടതുപോലെ തന്നെയാണ് അനുഭവിച്ചത്. തുറന്നത് അതിനുശേഷമാണ് അതുണ്ടല്ലേ, അത് രാമനോടത്ത് കച്ചേരി എടുത്തത്. ആലങ്കോട്ടാണ് ആദ്യമായിട്ട് എനിക്കോട് പുറത്ത് കച്ചേരി. നമ്മുടെ ശില്പിയേട്ടൻ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ PM വാസുദേവൻ നമ്പൂതിരിപ്പാടിനെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരനല്ല. ഇവിടെ വന്നു ഇന്നലെ ആരെ ചോദിച്ച് ഇവിടെ വന്ന് എങ്ങനെ കുടുങ്ങിയെന്ന് ചോദിച്ചാലും ഇവിടെ ഇങ്ങനൊരു സ്ഥലം കാണാൻ മാഷ് നോക്കിയിരുന്നൊരു കുട്ടിയുണ്ട്. അവനാണ് എന്നോട് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്ന്. അപ്പോൾ അത് കണ്ടിഷ്ടപ്പെട്ടു, അതിനെ വാങ്ങുകയാണ് ചെയ്തത്. ഈ ചടങ്ങിലോ ഇത് ആലോചിക്കുമ്പോഴോ വിചാരിക്കാത്തൊരു കാര്യം എനിക്കിപ്പോൾ ഇവിടുന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ ചെയ്യണം. അതിന് ഏറ്റവും ഉത്തമനായിട്ടൊരാൾ എനിക്ക് ഗുരുനാഥനായിട്ട് നമുക്ക് നാട്ടുകാർക്ക് ഗണപതി മാഷ് കൊണ്ടുവന്ന് തന്നൊരു അനുഭവം എനിക്കുണ്ടായി. എന്ന് വെച്ചാൽ ഗണപതി മാഷ് എന്നെ ഏൽപ്പിച്ചൊരു ചിത്രം, ഈ ഒരു പൂരത്തിൻ്റെ ചിത്രം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അത്
വളരെ ഉത്തമമായിട്ടുള്ള ആളെ ഏൽപ്പിക്കാന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ വിപിനചന്ദ്രനെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഈ വീട്ടിൽ വെക്കാൻ വേണ്ടി. അത് എനിക്കിപ്പോൾ തോന്നിയതാണ്. അതൊരു നല്ലൊരു കയ്യിലേക്ക് എത്തുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാവരും മുമ്പിൽ വെച്ച് ആ കർമ്മം ചെയ്യണം. ഞങ്ങളുടെ പ്രിയ ഗുരുനാഥൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ മാത്രമല്ല ഞങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്ന ഇന്നത്തെ ഈ വീടിൻ്റെ ഉടമസ്ഥനായ ശ്രീ വിപിനചന്ദ്രൻ അവர்களോട് ഗണപതിൻ്റെ കലവറയില്ലാത്ത നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. എല്ലാവർക്കും, ഈ നാട്ടുകാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഗണപതിൻ്റെ പേരിൽ ഹാർദവമായി സന്തോഷപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തട്ടെ.